ഹർഷ, ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ പരക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം സുജിയ പാർവതിയെ പോലുള്ള ആളുകളൊക്കെ ബിഗ് ടി വിയിലേക്ക് പോയി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ വലിയ വിഷയങ്ങളാണ്. കാരണം സീനിയർ ജേർണലിസ്റ്റുകളാണല്ലോ എല്ലാവരും പോകുന്നത്. അപ്പോൾ എല്ലാ സീനിയർ ജേർണലിസ്റ്റുകളോട് പോകുമ്പോൾ അവർക്കൊരു പരിഗണന കിട്ടത്തില്ല എന്ന് ഉള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ അവർ തമ്മിലൊരു ഇന്റർണൽ ഫൈറ്റ് നടക്കുന്നു എന്നൊരു തോന്നൽ പലപ്പോഴും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചില വാർത്തകളായിട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ടി വി പ്രക്ഷേപണത്തിന് മുൻപ് തന്നെ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിന് തലപ്പത്ത് അഴിച്ചുപണി തുടങ്ങുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു സുജയ പാർവതി പോകുന്നു, സുജയ പാർവതിക്ക് അവിടെ വലിയൊരു സ്ഥാനം തന്നെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് ഏഷ്യാനെറ്റിൽ നിന്നും മനോരമയിൽ നിന്നും 24 നിന്നും റിപ്പോർട്ടിൽ നിന്നും, അതായത് ഒട്ടുമിക്ക മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നും വലിയ വലിയ ജേർണലിസ്റ്റുകളെ, സീനിയർ ജേർണലിസ്റ്റുകളെ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ബിഗ് ടി വിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് റിപ്പോർട്ടർ ടി വി വന്ന സമയത്ത് എങ്ങനെയാണോ പെട്ടെന്നൊരു വളർച്ചയുണ്ടാക്കിയത്, അതുപോലെ ഒരു വളർച്ച ഈ പറയുന്നത് പോലെ ബിഗ് ടി വിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ പോകുന്ന ജേർണലിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ബിഗ് ടിവിയുടെ തലപ്പത്തേക്കുള്ള എല്ലാ തസ്തികകളിലേക്കും ഈ പറയുന്ന മുതിർന്ന ജേർണലിസ്റ്റുകളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വരാൻ താല്പര്യപ്പെട്ട് അല്ലെങ്കിൽ വരാൻ വേണ്ടി ഇരുന്നിരുന്ന പല ജേർണലിസ്റ്റുകളും തന്റെ തീരുമാനം മാറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏഷ്യാനെറ്റിൽ നിന്നുമുള്ള ഒരു കുത്തൊഴുക്ക് അവസാനിച്ചിരിക്കുകയാണ്. മറ്റു പല ചാനലുകളിൽ നിന്നുള്ള കുത്തൊഴുക്കുകളും ബിഗ് ടി വിയിലേക്കുള്ളത് അവസാനിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു 24-ന്റെ ഒരു പതനം, അല്ലെങ്കിൽ 24-ൽ ഒരിക്കലും പോകില്ല എന്ന് വിചാരിച്ചിരുന്ന ശ്രീകണ്ഠൻ നായരുടെ അത്രയും അടുത്ത ഒരു വ്യക്തിയായിരുന്നു, എപ്പോഴും റിപ്പോർട്ടിംഗിൽ മുൻപിൽ നിന്നിരുന്ന അല്ലെങ്കിൽ ആങ്കറിംഗിൽ മുൻപിൽ നിന്നിരുന്ന എസ് വിജയകുമാർ പെട്ടെന്നൊരു ദിവസം ഈ പറഞ്ഞ 24-ൽ നിന്നും ഇറങ്ങി പോകുന്നു, ബിഗ് ടി വിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ 24-ലുള്ളവർ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ പോലും ഞെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ല, എനിക്ക് തോന്നുന്നു ശ്രീകണ്ഠൻ നായർ ഇത് ഒരുപാട് മീഡിയയിൽ ഇത് ചർച്ച ആക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പള സ്കെയിലിനെ ചൊല്ലിയിട്ടാണ്. നമ്മൾ യൂട്യൂബ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ 10 ലക്ഷം കൊടുത്തു സുജയ പാർവതിയെ എടുത്തിരിക്കുന്നു ബിഗ് ടി വി എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നല്ലൊരു മാധ്യമത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ 10 ലക്ഷം രൂപയൊക്കെ കൊടുത്തൊരു ആളെ എടുക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ചാനലിന്റെ തന്നെ, അതായത് ഇപ്പൊ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പള സ്കെയിലിൽ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ രീതിയിൽ സമ്മർദ്ദങ്ങൾ ചൊലുത്തും, അല്ലെങ്കിൽ അവർക്ക് വിഷയങ്ങൾ ഉണ്ടാവും. അപ്പോൾ എല്ലാ ജേർണലിസ്റ്റുകൾക്കും അത്യാവശ്യം പൈസ കൊടുത്തിട്ട് തന്നെയാണ് നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ വരുന്ന ഒരു സാഹചര്യത്തിലാണ് വലിയ വില കൊടുത്ത് അരുൺകുമാറിനെ പർച്ചേസ് ചെയ്തൊരു സാഹചര്യം കണ്ടത്. അപ്പോൾ ആ സമയത്ത് തന്നെ ശമ്പള സ്കെയിൽ വലിയ രീതിയിൽ വർദ്ധിക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ബിഗ് ടി വി ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നത്. ബിഗ് ടി വി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അത്രയും വലിയൊരു ശമ്പള സ്കെയിലിൽ ഇവരെ എല്ലാം പർച്ചേസ് ചെയ്യുന്ന ഒരു രീതി, അങ്ങനെ വലിയൊരു പർച്ചേസിങ് മീഡിയ ആയിട്ട് സീനിയർ ജേർണലിസ്റ്റുകളെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് താഴെയുള്ള, അതായത് ലെവൽ 1 ജേർണലിസ്റ്റുകളുണ്ടല്ലോ, ആ ലെവൽ 1 ജേർണലിസ്റ്റുകൾക്കും പൈസ കൂട്ടി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ വലിയ ലെവലിൽ നിൽക്കുന്ന, അതായത് സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള ശമ്പള സ്കെയിൽ വീണ്ടും കൂട്ടേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഇല്ലെങ്കിൽ ഇവരെല്ലാം അടുത്ത മാധ്യമത്തിൽ നിന്ന് അടുത്ത മാധ്യമത്തിലേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ ഒരു സമയത്ത് പല രീതിയിലും പല സമയങ്ങളിലായി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അത്രയും വലിയ പണം കൊടുത്ത് നിന്ന നിൽപ്പിൽ നിന്നും ചാനലിൽ നിന്നും മാറിപ്പോകുന്ന അത്ര നല്ല കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയൊരു ചരിത്രം കൂടി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം ആകാശവാണിയിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം പിന്നീട് അവിടെ നിന്നും ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോകുന്നു, ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും അതിനുശേഷം മനോരമയിലേക്ക് പോകുന്നു, പിന്നീട് സ്വന്തമായി തുടങ്ങുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അത് സ്വാഭാവികമായൊരു നീക്കം തന്നെയാണ്. സ്വന്തം ചാനലിൽ നിന്ന് പോകുമ്പോൾ മാത്രം എങ്ങനെയാണ് അത് മോശമാകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, സ്വാഭാവികമായിട്ടും ഒരു ചാനലിന് വലിയൊരു നഷ്ടമാണ്. ആ ചാനൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ജേർണലിസ്റ്റുകളുടെ ഫേസ് വാല്യൂ കൊണ്ട് ഓടിപ്പോകുന്ന ചർച്ചകളായിരിക്കും. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഓരോ ചാനലിലും പ്രത്യേകമായിട്ട് 1-2 ജേർണലിസ്റ്റുകൾ ഉണ്ടാവും, അവർ ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ സർജിക്കൽ സ്ട്രൈക്ക്. ഉണ്ണി ബാലകൃഷ്ണൻ വന്നിട്ട് പറയുന്നൊരു വാർത്തയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ശൈലി, അതിൻ്റെ എഡിറ്റിംഗ് ശൈലി, അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കും ഓരോ പ്രോഗ്രാമുകളാണെങ്കിൽ പോലും. ഇപ്പോൾ അതേപോലെ തന്നെ റിപ്പോർട്ടറിൽ ഏറ്റവും കൂടുതലും ചർച്ചയായിരുന്ന ഒരു വിഷയമായിരുന്നു മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന വഴക്ക്. അപ്പോൾ ഓരോ ജേർണലിസ്റ്റുകൾക്കും അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്,
അവരുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട്. ആശയങ്ങൾ പ്രകടിപ്പിക്കാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുമുള്ള ഒരു വേദി. എനിക്ക് അതിനകത്ത് ഇടയ്ക്ക് വെച്ച് തോന്നിയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അരുൺകുമാറിനും ആന്റോ ആഗസ്റ്റിനും ഒരു പ്രാതിനിധ്യം അതിൽ കൂടുതൽ കൊടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവർക്ക് മാത്രം സംസാരിക്കാനുള്ള സ്പേസ് കൂടുതലായിട്ട് കൊടുക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ആന്റോ ആഗസ്റ്റ് മുതലാളിയാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ എഡിറ്റോറിയൽ മീറ്റിങ്ങുകളെ മാറ്റാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ബാക്കിയുള്ള ആളുകൾക്ക് പറയാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അപ്പൊ അതേപോലെ തന്നെ ഓരോ ചാനലിലും വ്യത്യസ്തമായിട്ടുള്ള ജേർണലിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഹാഷ്മിയെ പോലുള്ള ആളുകൾ അവര് 24 ന്യൂസിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ചില സംസാര ശൈലികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻട്രോകൾ ഈ ചാനലുകളുടെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു ഈ പറഞ്ഞ ശ്രീകണ്ഠൻ നായരുടെ ഏറ്റവും വലിയൊരു പരിപാടിയായിരുന്നു നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഏഷ്യാനെറ്റിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ മറ്റൊരു വെർഷൻ അദ്ദേഹം ഇപ്പോൾ 24 ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാം. അതും വളരെ രസകരമായിട്ടുള്ള പ്രോഗ്രാമാണ്. കാരണം നമ്മളെല്ലാം കണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയപ്രകടനങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷങ്ങൾ, ഒരു വിഷയത്തിന് തന്നെ രണ്ട് പുറങ്ങളെ ചർച്ചയാക്കുന്ന വിഷയങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ കേട്ടിരിക്കും. നല്ല രീതിയിലുള്ള ചർച്ചകൾ വരുമ്പോൾ അത് സമൂഹപരമായിട്ട് എന്തിനാണ് ചർച്ചകൾ എന്നൊരു ചോദ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചർച്ചകൾ പ്രധാനമായിട്ടും നമ്മുടെ ചിന്താഗതികളെ മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ ഉപകരിക്കും. നമ്മൾ വലിയ ആശയത്തോടെ ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന പല ആളുകളെയും പൊയ്മുഖങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചയിലൂടെയാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ. ഇപ്പോൾ എല്ലാ വിഷയത്തിനും രണ്ട് പുറങ്ങളുണ്ട്. നല്ലത് എന്ന് പറയുന്ന ഒരു വിഷയത്തിനും ഒരു ചീത്ത വശം ഉണ്ടാകും. അത് അങ്ങനെ തന്നെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് തിരിച്ചറിയാനുള്ളൊരു ശേഷി ഉണ്ടാകും. നല്ലത് ചീത്ത എന്നുള്ളൊരു വിഷയം ഞാൻ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ചിന്തിക്കുന്നില്ല. എല്ലാ വിഷയത്തിനും രണ്ട് പുറങ്ങൾ. അപ്പോൾ അതിന്റെ വിഷയങ്ങളെക്കുറിച്ചും അതിന്റെ സാധ്യതയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ മാറും. നല്ല കണ്ടന്റുകൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കും. ന്യൂസിന്റെ തന്നെ ഒരു പാറ്റേൺ മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പണ്ട് നമ്മൾ കണ്ടിരുന്ന ഒരു ന്യൂസിന്റെ ശൈലിയല്ല ഒരു പ്രോംപ്റ്റർ വെച്ച് അതിന്റെ ഫ്രണ്ടിലിരുന്ന് ന്യൂസ് വായിക്കുന്ന ഒരു സംവിധാനമേ മാറി. ഇപ്പോ 2-3 പേരിരുന്ന് ഒരുമിച്ചിരുന്നു കൊണ്ട് സംസാരിക്കുന്നു, കാര്യങ്ങൾ വളരെ രസകരമായ രീതിയിൽ. നമ്മൾ തന്നെ ഒരു പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ 2 പേരിരുന്ന് 2 പേരുടെയും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയാണ്. ചിലപ്പോൾ ഒരു വിഷയത്തിൽ ഒരേ ആശയം തന്നെയായിരിക്കും, ചിലപ്പോൾ ഒരു വിഷയത്തിൽ 2 ആശയങ്ങൾ ഉണ്ടാകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ചു പോകും. അപ്പൊ അതിന്റെ പല വശങ്ങൾ അതിലൂടെ കടന്നു പോകും. അത് തന്നെയാണ് ഇന്നത്തെ മാധ്യമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഒരു വ്യത്യസ്ത രീതിയിലാണ് അത് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആഘോഷമാണ് ചാനലുകൾ. അത് അവരുടെ ഒരു പ്രകടനത്തിൽ തന്നെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഓരോട്ട് അങ്ങനെ അതിന്റെ വ്യത്യസ്ത ശൈലി തന്നെ മാറുമ്പോൾ നമുക്ക് തന്നെ രസമായിട്ട് കണ്ടിരിക്കാൻ. അത് വോട്ട് മാത്രമല്ല, മരണം പോലും ഇത്തരത്തിൽ ഉത്സവത്തോടു കൂടി പറയുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ പറയുന്ന റിപ്പോർട്ടറിലാണ് പ്രധാനമായും നമ്മൾ ആ ഒരു രീതി ആ ഒരു ട്രെൻഡ് കണ്ടുവരുന്നത്. ഇപ്പോൾ അത് എല്ലാ ചാനലിലേക്കും മാറുന്ന സാഹചര്യം. വലിയ വിമർശനത്തിന് ഇരയാക്കിയ ഒരു സാധനമാണ് മരണ വീട്ടിലേക്ക് മൈക്കുമായി കയറി ചെല്ലുന്ന മാധ്യമങ്ങളുടെ ഔചിത്യ ബോധത്തെ ചോദ്യം ചെയ്തത്. അതിനുശേഷം അത് പിന്നീട് നിർത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ മാധ്യമങ്ങൾ. ഒന്ന് ആലോചിക്കുക, ഇടയ്ക്ക് വെച്ച് ഒരാൾ മരണപ്പെട്ടാൽ അപ്പോഴേ ആ വീട്ടിലേക്ക് പോയി അമ്മയുടെ വൈറ്റെടുക്കുക, കരയുന്ന ദൃശ്യങ്ങൾ എടുക്കുക. അപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ മാധ്യമങ്ങൾക്കെതിരെ വന്ന സമയത്ത് അവർ പിന്നീട് അത് കുറച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. അത് പ്രധാനപ്പെട്ട ഒരു സ്വന്തം മകൻ മരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മകൾ മരിച്ചിരിക്കുന്ന സാഹചര്യം, അച്ഛൻ മരിച്ചിരിക്കുന്ന സാഹചര്യം. ആ സമയത്ത് ഒരു മൈക്കുമായിട്ട് ചെന്നിട്ട് അച്ഛൻ മരിച്ചില്ലേ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അച്ഛന്റെ മരണത്തെ പറ്റി എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം വളരെ മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ ഇമോഷനെ നമ്മൾ വകവയ്ക്കാത്ത രീതിയിൽ അവരൊന്നും പറയാൻ തയ്യാറാകാത്ത ഇരിക്കുന്ന സമയത്തും വീണ്ടും അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് നമ്മൾ കണ്ടത് ഈ പറയുന്ന ലോറി മറിഞ്ഞ് അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പല തലങ്ങൾ പല ന്യൂസ് ചാനലുകളിലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബിഗ് ടിവിയുമായി ബന്ധപ്പെട്ട് ബിഗ് ടിവിയിലെ കുത്തൊഴുക്കുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും പല രീതിയിൽ ഇതിനെ വിമർശനം പോലും പല രീതികളിൽ ജനങ്ങളെ. ഇപ്പൊ നമ്മളൊരു മാധ്യമത്തിന്റെ വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ വാർത്തയിൽ പറയുന്നത് എന്താണ്? അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമാണ്. പുതിയ ജേർണലിസ്റ്റ്, അതായത് സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഇപ്പോൾ അങ്ങോട്ട് ചാടാൻ മടിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം എല്ലാവരും സീനിയർ ജേർണലിസ്റ്റ് ആകുമ്പോൾ അവർക്ക് കൃത്യമുള്ള പരിഗണന കിട്ടുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും. എത്രയോ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ പരസ്പരം ഒരേ ലെവലിൽ നിൽക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന ആളെ, അല്ലെങ്കിൽ ഈ പറയുന്ന സീനിയർ സുജിയ പാർവതിക്ക് ആ ഒരു സ്ഥാനത്ത് നൽകുമ്പോൾ അവരുടെ താഴെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ടാവും. അവരൊക്കെ തന്നെയും ചാനലിലേക്ക് പോകാൻ മടിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ സംവിധായകനായ അല്ലെങ്കിൽ മുൻപ് സംവിധായകനായിരുന്ന ബൈജു കൊട്ടാരക്കരയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അദ്ദേഹം പങ്കുവെക്കുന്ന ഡിജിറ്റൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന വീഡിയോസ് ഒക്കെ തന്നെയും വലിയ ശ്രദ്ധ നേടുന്നില്ലെങ്കിൽ പോലും പങ്കുവെക്കുന്ന ഓരോ വീഡിയോയിലും ഇത്തരത്തിൽ ബിഗ് ടിവിയെ വിമർശിക്കുന്ന
വിമർശിച്ചുകൊണ്ട് ആരിൽ നിന്നൊക്കെയോ പണം വാങ്ങിക്കൊണ്ട് ബിഗ് ടിവിയെ വിമർശിക്കുന്നു, ബിഗ് ടിവിയിലേക്ക് ഈ പറഞ്ഞ ജേർണലിസ്റ്റുകളുടെ കുത്തൊഴുക്കിനെ വിമർശിക്കുന്നു. ഇത്തരത്തിലൊരു ടാർഗറ്റ് യഥാർത്ഥത്തിൽ ബിഗ് ടിവിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടാർഗറ്റിങ് കൃത്യമായി ബിഗ് ടിവിക്ക് ഒരു PR ആകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ബിഗ് ടിവി എല്ലാ ചാനലുകൾക്കും അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട ഉണ്ടാകും. ഒരു കോണിൽ അവസാന വാക്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് അവർക്കൊരു അജണ്ട സൃഷ്ടിച്ചിട്ടാണ് അവർ പോകുന്നത്. ഇപ്പോ ഒരു കോൺഗ്രസ് ചാനൽ ആയിരിക്കും ബിഗ് ടിവി എന്നുള്ള പല സൂചനകളും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോ ആരുടെയാണ് ചാനൽ, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങൾ നിരവധി തവണ വന്നതാണ്. അപ്പോൾ ഒരു കോൺഗ്രസിന്റെ PR ചാനലായിട്ടായിരിക്കാം ചിലപ്പോൾ ബിഗ് ടിവി വരുന്നത് എന്നുള്ള സൂചനകളും നിലനിൽക്കുന്നുണ്ട്.